വ്യൂവേഴ്സ് ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ നീച്ച് ചായ കുടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ചായ കുടിക്കണം. അപ്പോൾ അതിന് മുന്നേ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് ചായ കുടിക്കാമെന്ന് വിചാരിച്ചപ്പോൾ രാവിലെ തന്നെ നമ്മുടെ ജനലൊക്കെ ഒന്ന് തുറന്നത്. അപ്പോൾ വെയിലൊക്കെ വരുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കുറച്ച് വെട്ടക്കുള്ളിലേക്ക് കയറുന്നത്. അപ്പോൾ മെയിൻ പരിപാടി കുറച്ച് പച്ചക്കറികളൊക്കെ ഒന്ന് കൊട്ടി വെക്കാണ്ട്, അതേപോലെ നമ്മുടെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പുറത്ത് പോയിട്ട് വരാൻ വേണ്ടി കുറച്ച് ലേറ്റ് ആയിട്ട്, അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിൻ്റെ പരിപാടികളൊന്നും ഇന്നലെ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അത് രാവിലെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് പച്ചക്കറികളൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി കുറച്ചും കൂടി ഇല്ലല്ലോ. അപ്പം അതൊക്കെ ഒന്ന് റെഡിയാക്കാനുണ്ട്. നമ്മുടെ ആവണിക്കുട്ടിയും രാവിലെ കൂടെ നീച്ചിട്ടുണ്ട്. അപ്പോൾ അച്ചമ്മന്നൊക്കെ വിളിച്ചിട്ട് അവളുടെ ഒരു സൈക്കിൾ ഉണ്ട്. ഇപ്പോൾ നമുക്ക് അവളുടെ അമ്മായി വാങ്ങിച്ചു കൊടുത്ത സൈക്കിളിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഞാൻ കൂടുതലായിട്ട് ഈ ഒരു പച്ചക്കറി കൊട്ടയിൽ നമ്മുടെ സവോള, കിഴങ്ങ്, അതുപോലെ തന്നെ ചെറിയുള്ളി, പിന്നെന്താ നമ്മുടെ വെളുത്തുള്ളി, ഇതൊക്കെയാണ് കൂടുതലും വയ്ക്കാറ്. ബാക്കി നമ്മുടെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഞാൻ ക്യാരറ്റ്, ബീട്രൂട്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഞാൻ ഫ്രിഡ്ജിലാണ് വയ്ക്കാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി നല്ല ഫ്രഷ് ആയിട്ടിരിക്കുമല്ലോ. അപ്പോൾ ഇനിയപ്പോൾ എടുത്ത് കുറച്ചേ ഉള്ളൂ ഇനിയിപ്പോൾ. അതുകൊണ്ട് എന്താ ഒരുപാടില്ലാത്തതുകൊണ്ട് എല്ലാം സെപ്പറേറ്റ് പാത്രങ്ങളിലാക്കുന്നൊന്നുമില്ല. എന്നാലും അതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കട്ടെ. ചെറുതും വലുതായിട്ട് തക്കാളിയൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് തക്കാളി ഞാനപ്പോൾ എന്തായാലും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പോലെ അരി നമ്മൾ ഈ ഒരു ബക്കറ്റിലേക്ക് കൊണ്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് വെയിറ്റിലോട്ട് എനിക്ക് ഒറ്റയ്ക്ക് കൊട്ടാൻ പറ്റത്തുള്ളത്. നമുക്ക് ഏറ്റവും ഒന്ന് സഹായത്തിന് വിളിക്കേണ്ടി വരും. സഹായിക്കാം. നമ്മുടെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ നമ്മൾ നന്നായിട്ട് തന്നെ അടുക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതാ അരിയും ഏട്ടൻ്റെ ഹെൽപ്പോട് കൂടി നമ്മളിതാ ഒരു ബക്കറ്റിലേക്ക് കൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ബക്കറ്റ് ഫുള്ള് ഇപ്പോൾ നിറഞ്ഞിരിക്കുകയാണ്. നമുക്ക് അടച്ചു വെക്കാൻ പറ്റിട്ടെന്നാലും അങ്ങനെ നമ്മുടെ ആവണിക്കുട്ടിയുടെ കൂടെ കുറച്ച് നേരം കളിക്കാൻ വിചാരിച്ചിട്ട് വന്നിട്ടുണ്ടാണ് കേട്ടോ. കാല് വയ്ക്കും പിന്നെ കാലിവിടെ വയ്ക്കും, ഇവിടെ വയ്ക്കും. ഞങ്ങൾ കാലൊക്കെ വെച്ച് ചവിട്ടാൻ ആവുന്നതേ ഉള്ളൂ. എന്നാലും ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അവൾക്കുട്ടിയുടെ വണ്ടിയിൽ പാട്ടൊക്കെ ഉണ്ടല്ലോ. പാട്ടിട്ടേ ചവിട്ട് കാല് വയ്ക്കും. ഇഷ്ടായോ? എല്ലാരും ചായ കുടിച്ചു. അപ്പൊ ഞാൻ ചായ കുടിക്കാൻ വേണ്ടി പോവാണേ. രാവിലെ ചായ കുടിച്ചു കഴിഞ്ഞാൽ ഒരു പ്രത്യേക എനർജി തന്നെയാണല്ലോ. അപ്പൊ എന്തായാലും നമുക്കിനി അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിലൂടെ കാണാം.